നമസ്കാരം. ഇന്ന് രാവിലെ കണ്ട വളരെ ദയനീയമായ, നമ്മളെ പേടിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് വളരെയധികം ഭയ വളരെയധികം നമുക്ക് സങ്കടം തോന്നുന്ന ഒരു വാർത്ത. കേവലം 6 വയസ്സ് മാത്രമുള്ള ആബേൽ എന്ന് പറയുന്ന കുഞ്ഞു മോനെ, ഒരു പിഞ്ചു മോനെ, 23 വയസ്സുള്ള ഒരു നൈൻ്റെ മോൻ, അവൻ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ആ കുഞ്ഞിനെ പിടിച്ചോണ്ട് പോയി. സമ്മതിക്കാതെ ഓടി രക്ഷപ്പെടാൻ തുടങ്ങിയപ്പോൾ ഇവൻ ചാടി ആ കൊച്ചിനെ പിടിച്ചിട്ട് അവൻ ഒരു വലിയൊരു കുളത്തിൽ കൊണ്ടേ കൊന്നു കളഞ്ഞവൻ. ഈ വാർത്ത കേട്ടപ്പം ഭയങ്കരമായിട്ട് മനസ്സിനങ്ങ് വേദനയായിപ്പോയി. ആ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ ആ രാവിലത്തെ കരച്ചിലൊക്കെ ഒന്ന് കാണണം. അയ്യോ, നമ്മളെ ചങ്ക് തകർന്നു പോകും, ചങ്ക്. 6 വയസ്സ് വരെ അവർ കഷ്ടപ്പെട്ട്, അവരാഗ്രഹിച്ച് പോറ്റി, ആ അപ്പനും അമ്മയും പോറ്റി വളർത്തിക്കൊണ്ട് വന്നതായിരുന്നു. അതിനെ അവൻ ഒരു നിസ്സാര സമയം കൊണ്ട് ഒരു പൂവിറുക്കുന്ന ലാഘവത്തോടു കൂടി കൊന്നു കളഞ്ഞു. എന്നിട്ട് ആ മോൻ ചെയ്തതിനാന്നറിയോ? അവൻ എന്നിട്ട് ഈ കുട്ടിയെ കാണാതെ പോയെന്ന് ഈ അപ്പനും അമ്മയും പരാതി കൊടുത്തു, പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു, ഫയർഫോഴ്സിൽ പറഞ്ഞു. ഇവരെല്ലാം വന്ന് തപ്പിക്കൊണ്ടിരിക്കുക കുഞ്ഞിനെ. ആ കൂട്ടത്തിൽ ഇവനും കൂടെ കൂടി, ഇവനും തപ്പി നടന്ന ആ കുഞ്ഞിനെ കൊന്നു കളഞ്ഞിട്ട് ഒരു ലെവലേശം കുറ്റബോധം പോലും ഉണ്ടായില്ല അവന്. കുറ്റബോധം പോലും, ഒരു ശകലം കുറ്റബോധം പോലും, ഒരു മനസാക്ഷി കുത്ത് പോലും ഉണ്ടാവാതെ അവൻ ആ ആളുകളുടെ കൂട്ടത്തിൽ നടന്ന് അവൻ ആ കുഞ്ഞിനെ തപ്പി നടന്ന്. ഇനിയിപ്പം സംഭവിക്കാൻ പോകുന്നത്, ഇവനെ പോലീസ് അറസ്റ്റ് ചെയ്തു, ഇവന്റെ മൊഴി രേഖപ്പെടുത്തിയിട്ട് ഇവനെ നേരെ ജയിലിലേക്ക് വിടും. ഇവനെ ജയിലിലേക്ക് വിടുമ്പം ജയിലിൽ ഇവന് കുശാലല്ലേ, അടിപൊളി ഫുഡാ. നാട്ടിൽ ജീവിക്കുമ്പോഴത്തേന് ജോലി വേണം, ജോലിക്ക് പോയി ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, സ്വന്തം കാര്യങ്ങൾ നോക്കണം, വണ്ടിക്കകത്ത് പെട്രോൾ അടിക്കണം, മൊബൈൽ റീചാർജിങ് ചെയ്യണം. ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ പിന്നെ മിച്ചം ഒരു ഉണ്ടയും കാണത്തില്ല. അതേസമയം ഇവനെപ്പോലുള്ള നാറുകൾ ഇമ്മാതിരി തന്തയില്ലായ്മ കാണിച്ചിട്ട് ജയിലിലോട്ട് കയറി കഴിഞ്ഞാൽ സുഖമാണ്. ഫുഡ് ഫ്രീ, ഡ്രസ്സ് ഫ്രീ, താമസം ഫ്രീ, കറണ്ട് ബില്ല് അടയ്ക്കണ്ട, മൊബൈൽ ഫോണിൻ്റെ ബില്ല് അടയ്ക്കണ്ട. ഇതൊന്നും അവന് വേണ്ട. അവന് സുഖലോലുപനായി ജീവിക്കാം. പക്ഷെങ്കിൽ അതിനകത്ത് പണിയെടുത്താൽ അവൻ അവിടെ പണിയെടുത്താലല്ല ജോലി ചെയ്യണം. ജോലി ചെയ്യുന്നതിന് അവന് ശമ്പളമുണ്ട്. ജയിലിൽ പോയി ജോലി ചെയ്യുന്നതിന് അവന് ശമ്പളമുണ്ട്. പോട്ടെ, വെറും 200 രൂപ ഒരു ദിവസം കിട്ടിയാൽ ഇവനെ 10 വർഷത്തിന് തടവ്, ഇവനെ 10 വർഷത്തിന് അങ്ങ് വിധിക്കുക. 10 വർഷത്തിന് ഇവനെ വിധിച്ചു, അല്ല ഒരു 15 വർഷം, അല്ല 20 വർഷം. അതിൽ കൂടുതലൊന്നും നമ്മുടെ നാട്ടിലെ ശിക്ഷ വരത്തില്ലല്ലോ. ഒരു 20 വർഷത്തിന് ഇവനെ അങ്ങ് വിധിച്ചു. അപ്പോൾ ഡെയിലി 200 രൂപ വെച്ച് ഒന്ന് കണക്ക് കൂട്ടി നോക്കി. 20 വർഷത്തെ ഇവന്റെ ശിക്ഷ കഴിഞ്ഞവൻ പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഇവൻ എത്ര രൂപ കിട്ടുമെന്ന്. ഡെയിലി 20 രൂപ വെച്ച് നോക്കി കഴിഞ്ഞാൽ ഒരു വർഷം അവന് കിട്ടും 200 രൂപ. ഡെയിലി 200 രൂപ കിട്ടിയാൽ മതി. 365 ഇൻറ്റു 200, 73,000 രൂപ അവന് ഒരു വർഷം അവന് കിട്ടും. ഒറ്റ വർഷം. ഇവനെ ഇപ്പോൾ 20 വർഷത്തേക്ക് ശിക്ഷിക്കുമെന്ന് വെച്ചു. 73,000 ഇൻറ്റു 73,000 ഇൻറ്റു 10, 10 അല്ലല്ലോ 20, സോറി, 7,30,000 രൂപ ഒറ്റ 10 വർഷം കൊണ്ട് കിട്ടും. അത് 20 വർഷം ആകുമ്പോഴത്തേനോ അവന് 14,60,000 രൂപ ഒരു കൊച്ചു കുഞ്ഞിനെ കൊന്നിട്ട് ഇറങ്ങുന്ന അവൻ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവന് കിട്ടുന്ന, അവൻ അത്രയും രൂപ കിട്ടത്തില്ലേ? പോയിട്ട് 100 രൂപ വെച്ച് അവന് കിട്ടിയാൽ അവൻ എന്നാ ചിലവ് വരുന്നത്? ഫുഡും ഫ്രീ, എല്ലാം ഫ്രീ ആണ്, അവന് കിട്ടുന്ന പൈസ മിച്ചമാണ്. അവൻ എന്നാ ചിലവാണ് വരുന്നത്? അപ്പോൾ ഇവനെപ്പോലുള്ളവന്മാരെ ഉണ്ടല്ലോ ജയിലിലൊന്നും വിടരുത്. ഇവനെപ്പോലുള്ളവന്മാരുണ്ടല്ലോ സ്പോട്ടിൽ കൊന്നു കളഞ്ഞേക്കണം. ഇവനെപ്പോലുള്ളവന്മാരെ കൊന്നു കളഞ്ഞേക്കണം. വെച്ചോണ്ടിരിക്കരുത്. കഴിഞ്ഞാൽ ഇവൻ നാടിനാപത്ത്. ഇവനെ മനസ്സിലാവും ഇത് ഇത്രയേ ഉള്ളൂ,
ഞാൻ ജയിലിൽ കയറി കഴിഞ്ഞപ്പോൾ ഞാൻ നാളെ രാവിലെ ഇറങ്ങി വരും, എനിക്ക് ഒരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല എന്ന് മനസ്സിലാകും. അതുപോലെ അത് മാത്രമല്ല, ബാക്കിയുള്ള ഇതുപോലത്തെ തന്തയില്ലാത്തവന്മാർക്ക് ഇതൊരു മാതൃക കൂടിയാവും. ഏതാ ജയിലിൽ കയറി കഴിഞ്ഞാൽ സുഖമല്ലേ, 20 വർഷത്തെ കാര്യമല്ലേ, ഞാൻ ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ എനിക്ക് ഇഷ്ടം പോലെ പൈസ കിട്ടുക, ആ പൈസ കൊണ്ട് എനിക്ക് ജീവിക്കാമല്ലോ എന്നും കരുതി ഇവൻ ഇറങ്ങി വരുന്നത്. സമ്മതിച്ചു കൊടുക്കരുത്. ശങ്കരനാരായണൻ എന്ന് പറയുന്ന ഒരു അച്ഛൻ ചെയ്ത കാര്യത്തിനെ നമ്മൾ അഭിനന്ദിക്കുന്നു. അദ്ദേഹം അത് ചെയ്യേണ്ടി തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ 13 വയസ്സുള്ള പെൺകുഞ്ഞിനെ കൊന്നുകളഞ്ഞ, 13 വയസ്സുള്ള പെൺകുഞ്ഞിനെ പീഡിപ്പിച്ച് കൊന്നുകളഞ്ഞ ഏതാണ്ടൊരു കോയ, അയാളുടെ പേര് ഞാൻ മൊത്തം എനിക്കറിയാൻ വിട്ടുപോയതാ, എന്തോ ഒരു കോയയാണെന്നറിയാം, മുഹമ്മദ് കോയയോ അങ്ങനെ എന്തുവാ. ആ നായിൻ്റെ മോൻ 13 വയസ്സുള്ള പെൺകുഞ്ഞിനെ പീഡിപ്പിച്ച് കൊന്നു കളഞ്ഞിട്ട് ഈ ശങ്കരനാരായണൻ എന്ന് പറയുന്ന അച്ഛൻ പ്രതികാരം വീട്ടി കൊന്നു കളഞ്ഞവനെ, വെടിവെച്ച് കൊന്നു കളഞ്ഞവനെ. ഇതുപോലുള്ളവന്മാരെ കൊന്നു കളയണം, വെച്ചോണ്ടിരിക്കരുത്. ആ അച്ഛൻ കൊന്നു കളഞ്ഞവനെ. കഴിഞ്ഞ ദിവസം ആ ശങ്കരനാരായണൻ എന്ന് പറയുന്ന അച്ഛൻ മരണപ്പെട്ടു പോയിരുന്നു. എല്ലാ ചാനലിലും വലിയ വാർത്തയായിരുന്നു. അതിൻ്റെ ഇടയിൽ വന്ന കമന്റുകളൊക്കെയും ആ അച്ഛനെ പ്രണാമം അർപ്പിച്ചുകൊണ്ട്, ആ അച്ഛനെ പിന്തുണച്ചുകൊണ്ടും അങ്ങനെ തന്നെ ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു. ഇവിടെയും ആബേൽ എന്ന് പറയുന്ന 6 വയസ്സുള്ള പിഞ്ച് മോനെ കൊന്നു കളഞ്ഞ ഈ 23 വയസ്സുള്ള ഈ നാറിയില്ല, ഇവനെ കൊല്ലണം. ഇവനെ കൊന്നു കളയണം. ഇവന് ജീവിക്കാൻ അർഹതയില്ല. ഇവനെ കൊന്നു കളയണം. ഇവന് ജീവിക്കാൻ ഒരു അർഹതയില്ല. ഇതെവിടെ നിന്നാണെന്നറിയോ? നമ്മുടെ സംസ്ഥാനത്തും ഇത്തരത്തിലുള്ള നാരത്തര ഇറങ്ങിയത് എപ്പോൾ തുടങ്ങിയാണെന്നറിയോ? ഈ സ്വർഗാനുരാഗികൾ എന്ന് പറയുന്ന കുറെ നാറികളുണ്ട്. മറ്റേ കോലുകളി നടത്തുന്നവന്മാരും കത്രികപ്പൂട്ട് വെക്കുന്നവളുമാരും ഒക്കെ ഉള്ള കുറച്ച് ആളുകളെ, ഇവളുമാരെ സംരക്ഷിക്കാൻ, ഇവന്മാരെ അല്ല ഈ മുടിഞ്ഞ വർഗത്തിനെ സംരക്ഷിക്കാൻ തുടങ്ങിയ കാലത്ത് നമുക്ക് ഏറ്റവും തിരിച്ചറിയാം. CPM ആയി ഇമാരി നാൽപ്പണി മൊത്തം കാണിക്കുന്നത്. CPM ആണ് ഏറ്റവും കൂടുതൽ ഇമാരി. കോൺഗ്രസിനകത്തും ഉണ്ട്, BJPയിലുണ്ട്, എല്ലാത്തിനും ഈ സാധനങ്ങളുണ്ട്. ട്രെയിനെ കയറി കഴിഞ്ഞാൽ മറ്റേ കൈ കൊട്ടെന്ന് പറഞ്ഞ് സാമാന്യം ഇറങ്ങി വരും. എന്നിട്ട് 10 രൂപ പൈസ നേരോന്നും പറഞ്ഞുകൊണ്ട് നിൽക്കും. ഈ വർഗം ഇത്തരത്തിലുള്ള നാറികൾ വന്നതിന് ശേഷമാണ് ഈ എല്ലാ രീതിയിലുമുള്ള ലൈംഗിക താല്പര്യങ്ങൾ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് തോന്നി തുടങ്ങിയത്. ആണും കല്യാണം കഴിക്കുന്നു, പെണ്ണും കല്യാണം കഴിക്കുന്നു. എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? ഈ ആണും കല്യാണം കഴിച്ചാലും പെണ്ണും കല്യാണം കഴിച്ചാലും ഒന്നും കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാകത്തൊന്നുമില്ല. ഈ മനുഷ്യകുലം മുന്നോട്ട് പോകത്തില്ല. ഈ മനുഷ്യൻ എന്ന് പറഞ്ഞ സാധനം മുന്നോട്ട് പോകണമെങ്കിൽ അവിടെ ആണും പെണ്ണും കല്യാണം കഴിക്കണം. അവർ ഒന്നിച്ചാൽ മാത്രമേ മുന്നോട്ട് പോകത്തുള്ളൂ. ഈ ആണും കല്യാണം കഴിച്ച് നടക്കുകയും പെണ്ണും കല്യാണം കഴിച്ച് നടക്കുന്ന ഇവൻ്റെയും ഇവളുമാരുടെയും തന്തയും തള്ളയും ഇതുപോലെ ചിന്തിക്കുകയായിരുന്നെങ്കിൽ ഇതൊന്നും ഉണ്ടാവത്തില്ലായിരുന്നു. ഈ സാധനങ്ങൾ പിന്നെ ഉണ്ടാവത്തില്ലായിരുന്നു. അങ്ങനെ വേണമായിരുന്നു ചെയ്യാനായിട്ട്. ഇനി ഇതൊന്നും അല്ലാത്ത കുറേ സാധനങ്ങളുണ്ട്. ഇതുപോലുള്ള കൊച്ചു ആൺകുട്ടികളോടും പെൺകുട്ടികളെയൊക്കെ ലൈംഗിക താല്പര്യത്തോടുകൂടി നോക്കുന്ന ആ കണ്ണുകളിൽ കാണുന്ന കുറേ തെണ്ടികളുണ്ട്. ഇവനെയൊക്കെയും കൊന്നുകളയണം. ഇങ്ങനെയുള്ള ഇവന്മാരെയും കൊന്നുകളയണം. ഇതിനെയൊന്നും നമ്മൾ നിയമപരമാക്കരുത്. നമ്മുടെ രാജ്യത്ത് ഇതൊക്കെ നിയമപരമാക്കാൻ പോവുകയാണ്. ഇതൊന്നും നിയമപരമാക്കുകയേ ചെയ്യരുത്. ഇപ്പം നിലവിൽ ഭരിക്കുന്ന BJP സർക്കാരിനോട് വളരെ എളിമയോടുകൂടി അപേക്ഷിക്കുന്നു, ഈ കൂട്ടങ്ങളെ നിരോധിക്കണം. സ്വർഗാനുരാഗികൾ എന്ന് പറയുന്ന ഈ സാധനത്തിനെ നിരോധിക്കണം. ഞാനൊരു തികഞ്ഞ BJP വിരുദ്ധനാണ്. ഞാനൊരു തികഞ്ഞ വർഗീയവാദികൾക്ക് എതിരായി നിൽക്കുന്ന ഒരാളാണ്. RSSനും സംഘപരിവാറിനും വിശ്വ ഹിന്ദു പരിഷത്തിനും ഒക്കെ എതിരായി നിൽക്കുന്ന ഒരാളാണ്. നിങ്ങളെല്ലാവരും കൂടെ ചേർന്നിട്ട് ഇങ്ങനൊരു തീരുമാനം, ഈ സ്വർഗാനുരാഗികൾ എന്ന് പറയുന്ന ഈ നാറികളെ നമ്മുടെ രാജ്യത്ത് നിരോധിച്ചാൽ നിങ്ങൾക്ക് ഞാൻ പരസ്യമായി കൈയടിക്കും, നിങ്ങൾക്ക് ഞാൻ പരസ്യമായി ജയ് വിളിക്കും. സത്യമാണ്. എൻ്റെ പബ്ലിക് ചാനൽ അല്ലെങ്കിൽ എൻ്റെ ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിലാണ് ഞാൻ പറയുന്നത്. ഇങ്ങനൊരു തീരുമാനം നിങ്ങൾ എടുത്താൽ നിങ്ങൾക്ക് ജയ് വിളിക്കും, ഉറപ്പാണ്. നിരോധിക്കണം, ഈ സാധനത്തെ നിരോധിക്കണം. ഇനി ഈ സാധനത്തിനെ അംഗീകരിക്കുന്ന കുറേ നാറികളുണ്ട്. എൻ്റെ ഈ വീഡിയോയ്ക്കിടയിൽ കമന്റ് ഇടാൻ വരുന്ന, എന്നെ തെറി പറയാൻ വരുന്ന കുറേ പരമനാറികളുണ്ട്. അവന്മാരോട് ഞാൻ പറയുകയാണ്,
പെറ്റ തള്ളയോട് കാമം തോന്നുന്ന ഈ നാറികളെ അംഗീകരിക്കാൻ നിനക്കോ ഒക്കെ കഴിയുവോ? സ്വന്തം ചോരയിൽ ജനിച്ച സഹോദരങ്ങളെ കാമക്കണ്ണുകളിൽ കാണുന്ന തന്തയില്ലാത്തവന്മാരെ അംഗീകരിക്കാൻ നിനക്കൊക്കെ കഴിയുമോ? സ്വന്തം അച്ഛനോട് കാമം തോന്നുന്ന നാറികളെ അംഗീകരിക്കാൻ നിനക്കൊക്കെ കഴിയുമോ? സ്വന്തം മക്കളോട് കാമം തോന്നുന്ന നാറികളെ അംഗീകരിക്കാൻ നിനക്കൊക്കെ കഴിയുമോ? പിഞ്ചു കുഞ്ഞുങ്ങളെ ഈ രീതിയിൽ കാണുന്ന തെണ്ടികളെയും തന്തയില്ലാത്തവന്മാരെ അംഗീകരിക്കാൻ നിനക്കൊക്കെ കഴിയുമോ? ഇതെല്ലാം അംഗീകരിക്കാൻ കഴിയുമെങ്കിൽ മാത്രമേ ഈ ഗേ എന്ന് പറയുന്നതിനെയും ലെസ്ബിയൻ എന്ന് പറയുന്നതിനെ അംഗീകരിക്കാവുള്ളൂ. LGBTQ അംഗീകരിക്കണം. അങ്ങനാണെങ്കിൽ LGBTQ+ അല്ലേ? ആ പ്ലസിനകത്ത് ഈ സാമാനങ്ങളെല്ലാം വരും, അതിനകത്ത് ഇതെല്ലാം വരും. ആ പ്ലസിൻ്റെ അകത്ത് ഇതെല്ലാം വരുന്നതാ സാറേ. നിങ്ങൾക്ക് ഇതൊക്കെ അംഗീകരിക്കാൻ കഴിയുമെങ്കിലേ ഈ സാധനങ്ങളെ അംഗീകരിക്കാവുള്ളൂ. അടുത്ത ജനറേഷൻ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഈ ഗെയും ലെസ്ബിയനെ കൊണ്ട് സാധിക്കത്തില്ല. ഈ തോന്നലുകളൊക്കെ ചില രോഗങ്ങൾ, ഇതൊക്കെ ചികിത്സിച്ചാൽ മാറാവുന്ന രോഗങ്ങളാണ്. ഇതിനൊക്കെ വേണ്ടിയ ട്രീറ്റ്മെൻറ്റുകൾ ഒക്കെ നമ്മുടെ സർക്കാർ തലത്തിൽ തന്നെ ഉണ്ടാവണം. കൊച്ചു കുട്ടികളായിരിക്കുന്ന സമയം തൊട്ട് പറഞ്ഞു കൊടുക്കണം, ചൊല്ലിക്കൊടുത്ത് വളർത്തുക തന്നെ ചെയ്യണം. എങ്കിൽ മാത്രമേ ഇത്തരം ചിന്താഗതികളിൽ നിന്ന് നമ്മുടെ പുതിയ തലമുറ മാറത്തുള്ളൂ. വെറും 23 വയസ്സേ ഉള്ളവനെ 2K അവൻ 2K. എല്ലാവരെയും ഞാൻ ആക്ഷേപിച്ചതൊന്നുമല്ല, ആക്ഷേപിച്ചതൊന്നുമല്ല. അവൻ 2K കിഡാണ്. 23 വയസ്സുള്ളവൻ 6 വയസ്സുള്ള ആൺകുട്ടിയോട് കാമം തോന്നി. അവൻ ആ കൊച്ചു മോനെ അവനെ പീഡിപ്പിക്കാൻ പിടിച്ചോണ്ട് പോയി. ചാമ്പയ്ക്ക നൽകാമെന്നും പറഞ്ഞ് പിടിച്ചോണ്ട് പോവുകയാണ് ചെയ്തത്. പിടിച്ചോണ്ട് പോയിട്ട് അവൻ അതിനെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേന് ആ കൊച്ചു ഓടി രക്ഷപ്പെടാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേന് ഇവനെ മനസ്സിലായി ഇത് എന്ന് പറയും, എല്ലാവരും അറിയാം. ആകെ നാണക്കേടാണെന്ന് ആ തക്കാളിക്ക് അറിയാം. ഇത് നാണക്കേടാണ്, നാണംകെട്ട പണിയാണെന്ന് അവനറിയാം. എന്നിട്ടും അവനത് ചെയ്തു. അവൻ എന്നിട്ട് ഇത് ആരും അറിയാതിരിക്കണം, ആ കൊച്ചിനെ അവൻ കൊന്നു കളഞ്ഞില്ലേ. ഒരു ദയയും ഇല്ലാതെ, ഒരു മനസാക്ഷി ഇല്ലാണ്ട് അവൻ അതിനെ കൊന്നു കളഞ്ഞില്ലേ. ചെളിക്കകത്ത് താത്തില്ലേ അവനതിനെ. എന്ത് കഷ്ടപ്പെട്ട് അതിൻ്റെ അപ്പനും അമ്മയും വളർത്തിയതാ. എന്ത് ത്യാഗം സഹിച്ച് ആ തന്തയും തള്ളയും വളർത്തിയെടുത്ത മോനാത്. അവനെ കൊന്നു കളയാൻ തോന്നിയില്ലേ? ഈ നാറി അടക്കമുള്ള LGBTQ എന്ന് പറയുന്ന സ്വർഗാനുരാഗികൾ എന്ന് പറയുന്ന കുറേ ഈ നാറി തെണ്ടിക്കൂട്ടങ്ങളെ നിരോധിക്കണം. ഇവിടെ ആണും പെണ്ണുമേ ഉള്ളൂ, അത് മതി. എന്തിനാണ് ഇമ്മാര് ചെറ്റക്കൂട്ടങ്ങളെയൊക്കെ? ഇവിടെ ആണും പെണ്ണുമേ ഉള്ളൂ, അത് മതി. ആണും കൂടെ ഒരുമിച്ചുണ്ടാക്കി കഴിഞ്ഞാൽ കോലുകളിയെ നടക്കത്തുള്ളൂ, അവിടെ കൊച്ചുണ്ടാവത്തില്ല. പെണ്ണും കൂടെ വന്നു കഴിഞ്ഞാൽ കത്രയിക്കളിയെ നടക്കത്തുള്ളൂ, അവിടെയും കൊച്ചുണ്ടാകത്തില്ല. എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും കൂടെ ഒരു അപേക്ഷ, നിങ്ങൾ ആരും ഇമ്മാരി നാറിക്കൂട്ടങ്ങളെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യരുത്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിനായി നിങ്ങൾ അക്സെപ്റ്റ് ചെയ്താൽ ബാക്കിയുള്ളതിനെയും കൂടെ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല? അമ്മയെ പീഡിപ്പിച്ച മകൻ എന്നൊരു വാർത്ത വന്നു കഴിയുമ്പോഴത്തെ നിങ്ങൾ അയ്യോ എന്ന് വെക്കുന്നുണ്ടല്ലോ, നിങ്ങൾ വെക്കുന്നുണ്ടല്ലോ. പെങ്ങളെ പീഡിപ്പിച്ച സഹോദരൻ എന്ന് കേൾക്കുമ്പോഴത്തേന് ഇങ്ങനെ വെക്കുന്നുണ്ടല്ലോ. ഇങ്ങനെ നിങ്ങൾ വെക്കുന്നില്ലേ? ഇപ്പം നിങ്ങൾ ഈ ഗേയെ ലെസ്ബിയനെ അംഗീകരിച്ച് കഴിയുമ്പോൾ നാളെ ഇവരും വരും, ഞങ്ങളുടെ ഇതും അംഗീകരിക്കണമെന്നും പറഞ്ഞ്. LGBTQ+ ആണ്. ഇവരും വരും. ഞങ്ങൾക്ക് അതേ പറ്റത്തുള്ളൂ, ഞങ്ങളെ കൊണ്ട് അതിനെ പറ്റത്തുള്ളൂ. എനിക്കൊരു പെണ്ണിനെ സ്നേഹിക്കാൻ എനിക്ക് കഴിയുന്നില്ല, എനിക്ക് ഒരു ആണിനോടാണ് എനിക്ക് തോന്നുന്നത്, എനിക്കൊരു ആണിനെ സ്നേഹിക്കാൻ കഴിയുന്നില്ല, എനിക്കൊരു പെണ്ണിനോടാണ് തോന്നുന്നത് എന്ന് പറയുമ്പം അത് അവരുടെ അസുഖമാണ്, അല്ലെങ്കിൽ അവരുടെ ജനറ്റിക്കൽ ഡിസോർഡർ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അതിനുവേണ്ടി എന്തിനാ നിങ്ങൾ എതിർക്കുന്നത്? അവരുടെ ഇഷ്ടം, അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് വിടൂ എന്ന് പറയുമ്പോഴത്തേന് അടുത്തവന്മാർ വരുവാണ്.
എനിക്കെൻ്റെ സഹോദരിയോടാണ് തോന്നുന്നത്, എനിക്കല്ലാണ്ട് വേറൊന്നും തോന്നുന്നില്ല. എനിക്കെൻ്റെ അമ്മയോടാണ് തോന്നുന്നത്, എനിക്ക് വേറൊന്നും തോന്നുന്നില്ല. എനിക്കെൻ്റെ അച്ഛനോടാണ് തോന്നുന്നത്, എനിക്ക് വേറൊന്നും തോന്നുന്നില്ല. വേറെ ആരെയും കണ്ട അത്തരത്തിലൊരു ചിന്ത എനിക്ക് ഉണ്ടാവുന്നില്ല. എനിക്കെൻ്റെ മകളോടും മകനോടുമാണ് തോന്നുന്നത്, എനിക്ക് വേറെ ചിന്ത ഉണ്ടാവുന്നില്ല എന്നും പറഞ്ഞ് വരുന്ന കുറെ നാറിച്ചെറ്റ തെണ്ടിക്കൂട്ടങ്ങളെ നിങ്ങൾ അംഗീകരിക്കണം. അത് നിങ്ങൾക്ക് പറ്റുമോ? LGBTQ+ ആണ്. ഇനി ഏലിയൻസ് ആണെന്നും പറഞ്ഞ് കുറെ തെണ്ടികൾ വരുന്നുണ്ട്. ഏലിയൻസ് ആണെന്നും പറഞ്ഞുകൊണ്ട് മൂക്കിന്റെ പകുതി കണ്ടിച്ച് കളഞ്ഞ് ഒരുത്തനാണെങ്കിൽ വിരൽ ഫുള്ള് കണ്ടിച്ച് കളഞ്ഞിട്ട് ആ വിരൽ ഡ്രൈ ആക്കിയിട്ട് മാലയിട്ട് അവസ്ഥ ലോക്കറ്റ് ആക്കി ഇട്ട് നടക്കും ഒരുത്തൻ. വിരൽ കണ്ടിച്ച് കളഞ്ഞ് ആ വിരൽ കണ്ടിച്ച് മുറിച്ചെടുത്ത ആ വിരല് മാലയിൽ ലോക്കറ്റ് ആക്കി ഇട്ടുകൊണ്ട് നടക്കുന്ന ഒരുത്തനുണ്ട്. ചെവിയുടെ മൊത്തം കണ്ടിച്ച് കളഞ്ഞവൻ, പല്ലെടുത്ത് കളഞ്ഞവൻ, തലയെ മറ്റേ ഇരുമ്പിന്റെ ആയിട്ട് സാമാനമൊക്കെ കുത്തിക്കയറ്റി വെച്ചേക്കുന്നവൻ. ഇങ്ങനത്തെ കുറെ ഐറ്റംസ് ഉണ്ട്. ഏലിയൻസ് ആണെന്നും പറഞ്ഞ് ഇവർ നടക്കുന്നേ. മനുഷ്യനാണേ. നാക്ക് രണ്ടായിട്ട് കീറി വെച്ചേക്കുന്നു, മൂക്കിന്റെ രണ്ട് സൈഡിലും തുളയിട്ടിട്ട് അതിനകത്ത് മറ്റേ സ്റ്റഡ് പോലെ ഇട്ടേക്കുന്നു, കണ്ണിന്റെ അകത്ത് പച്ച കുത്തിയേക്കുന്നു. ഇങ്ങനെ കുറേ സാധനങ്ങൾ ചെയ്ത് മനുഷ്യനല്ല LGBTQ എന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ ഐറ്റംസ് ഉണ്ട്. സോറി, ഏലിയൻസ് എന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ ഐറ്റംസ് ഉണ്ട്. ഇനി അതുമല്ല, വേറൊരു കൂട്ടരുണ്ട്, ഇത് വല്ലാത്തൊരു കൂട്ടരുണ്ട്. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ മനുഷ്യനല്ല, ഞാൻ മൃഗമാണ്, ഓപ്പറേഷൻ മറ്റേ ഏതാണ്ട് സർജറിയൊക്കെ ചെയ്തിട്ട് ഞാൻ പട്ടിയുടെ രൂപത്തിലേക്ക് മാറുന്നു, ഞാൻ പട്ടിയാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ചില മനുഷ്യരുണ്ട്. പട്ടിയാണെന്നും പറഞ്ഞ് നടക്കുന്നത്. 4 കാലമല്ല നടക്കുന്നത്. പട്ടികളെ പോലെ ഇന്ന് കുരയ്ക്കുന്നു, പട്ടികളെ പോലെ ആഹാരം കഴിക്കുന്നു. അവൻ്റെ മനസ്സിൽ അവന് വേറൊന്നും കഴിക്കുക, അവനല്ലേ അവള്, XY, വേറൊന്നും തോന്നുന്നില്ല. ഞാൻ പട്ടിയാ, ഞാൻ മനുഷ്യനല്ല. അതിനുവേണ്ടി ലക്ഷങ്ങൾ ഓപ്പറേഷൻ ചെയ്യുന്നേ. ഇപ്പൊ ഈ മറ്റേ സുന കണ്ടിച്ച് കളഞ്ഞിട്ട് പെണ്ണാന്ന് പറഞ്ഞ് നടക്കുന്നില്ലേ, അത് ഓപ്പറേഷന് ശേഷം എന്നും 1000-10,000 കണക്കിന് രൂപയുടെ മരുന്നാണ് ഇവർക്ക് വേണ്ടിയത്. അല്ലാണ്ട് ഇത് കണ്ടിച്ച് കളഞ്ഞിട്ട് ഉടനെ സുഖമായിട്ട് ജീവിക്കുമല്ല. അത്രയും രൂപയുടെ മരുന്ന് വേണം. അപ്പൊ അതിന് പൈസ വേണം. ഇവർ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഇവർ അത്രയും പൈസ കിട്ടത്തില്ല. മാസം 10,000-30,000 രൂപ, 40,000 രൂപയുടെ 50,000 രൂപയുടെ ഒക്കെ മരുന്ന് ചിലപ്പോൾ വേണമായിരിക്കും. അപ്പൊ ഇവർക്ക് ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഈ സാധനം കിട്ടത്തില്ല. കിട്ടാൻ വന്നു കഴിയുമ്പോൾ തന്നെ ഇവർ മറ്റേ വേശ്യാവൃത്തിക്ക് ഇറങ്ങുക, വിൽക്കാൻ വേണ്ടി അങ്ങ് ഇറങ്ങുക, മൊത്തം കൂടെ അങ്ങ് വിൽക്കുക, വെക്കുക, അങ്ങ് മണിക്കൂറിന് ഇത്ര വെച്ച് അങ്ങ് വിൽക്കുക. ഇത് മര്യാദയ്ക്ക് വല്ല ഡോക്ടറെയും പോയി കണ്ട് ട്രീറ്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ചിന്ത, മനസ്സിലെ ആ ചിന്ത, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ട്രീറ്റ്മെന്റ് ചെയ്ത് മാറ്റത്തില്ലേ? മാനസികമായിട്ടുള്ള വിഭ്രാന്തി. ഇപ്പൊ നിങ്ങൾ എന്നെ തെറി പറയാൻ വരുന്നവന്മാർ പറയുമായിരിക്കും ഇത് അങ്ങനെ അല്ലെന്ന് പറയുമായിരിക്കും. അത് അങ്ങനെ അല്ലെങ്കിൽ മറ്റേ അമ്മയോടും പെങ്ങളോടും അപ്പനോടും അനിയനോടും മക്കളോടും ഒക്കെ തോന്നുന്നവരുണ്ടല്ലോ, അവരുടെ ഈ സെയിം സിറ്റുവേഷനാ. ഇവരെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുമോ? അതിനെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുമോ? അപ്പം എല്ലാ പ്രിയപ്പെട്ടവരും കൈകൂപ്പി അപേക്ഷിക്കുകയാണ്, ദയവ് ചെയ്ത് നിങ്ങൾ ഇതിന് കൂട്ടു നിൽക്കരുത് പ്രിയപ്പെട്ടവരെ. ഇതൊരു ലോങ് വീഡിയോ ആണ്, അതുകൊണ്ട് ഇതിനകത്തുനിന്ന് ഞാൻ ഒന്നും കട്ട് ചെയ്ത് കളയുന്നില്ല. ഒറ്റൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഭൂമിയിൽ ക്രൈസ്തവ വിശ്വാസപ്രകാരം ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചപ്പം ആദ്യം ആദാമിനെയും രണ്ടാമത് ഹൗവയെയാണ് സൃഷ്ടിച്ചത്. അല്ലാണ്ട് ആദ്യം ആദാമിനെയും രണ്ടാമത് ആദാമിനെയും പിന്നെ ഹൗവയും പിന്നെ വീണ്ടും ഒരു ഹൗവയും, അങ്ങനല്ല. ആദാമിനെയും ഹൗവയും, അതായത് ആണിനെയും പെണ്ണിനെയുമാണ് സൃഷ്ടിച്ചത്. അത് ഏത് മതത്തിൻ്റെ ആയിക്കോട്ടെ, ഏത് ദൈവവിശ്വാസ പ്രകാരമാണെങ്കിൽ പോലും ആദ്യം ആണിനെയും പെണ്ണിനെയുമാണ് സൃഷ്ടിച്ചത്. അല്ലാണ്ട് ആണിനെയും അല്ല, പെണ്ണിനെയും അല്ല, അങ്ങനെ ഒരിടത്തും പറയുന്നുമില്ല. ഈ മനസ്സിൻ്റെ ചിന്താഗതി മാറ്റണം. ഈ നമ്മുടെ കുഞ്ഞിനെ, ആബേലിനെ കൊന്നുകളഞ്ഞ ആ പരമനാറിയെ കൊന്നുകളയണം. ശങ്കരനാരായണൻ എന്ന് പറയുന്ന പിതാക്കന്മാർ ഒരുപാടുണ്ടാവണം. ഇനി ശങ്കരനാരായണൻ എന്ന് പറയുന്ന ആ അച്ഛനെ പോലുള്ള ആളുകൾ ഇനിയും ഉയർത്തെഴുന്നേറ്റ് വരണം, ഇനി ഉണ്ടാവണം. ഇതുപോലുള്ള ആളുകൾക്ക് ആ സ്പോട്ടിൽ ശിക്ഷ വിധിച്ചേ പറ്റത്തുള്ളൂ. ജീവിക്കാൻ അനുവദിക്കില്ല, ജീവിക്കാനുള്ള അവകാശവും ഇല്ല. അതുകൊണ്ട് ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യണം. ഞാൻ പറഞ്ഞ കാര്യങ്ങളോട് യോജിക്കുന്നവർ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി തന്നെ രേഖപ്പെടുത്തുകയും ചെയ്യണം. താങ്ക് യു.